ഈ പിണറായിയുടെ ജീവചരിത്രത്തെ ആസ്പദമാക്കി ഇത് ലെജൻഡ് എന്ന സീക്രട്ട് സർവീസ് സംഘടനയുടെ ഒരു ഡോക്യുമെന്ററി പുറത്തിറക്കുന്നതാണ്. അതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ്. എന്തിനാ വിമർശനം? ഡോക്യുമെന്ററി ഇവിടെ ആരെയെല്ലാം കുറിച്ച് ഡോക്യുമെന്ററി ഉണ്ട്? ഗാന്ധിജിയെ കുറിച്ച് എത്ര ഡോക്യുമെന്ററി ഉണ്ട്? എന്നെക്കുറിച്ച് ഞാനിപ്പോൾ ഒരു പുസ്തകം എഴുതുന്നില്ലേ? അതൊക്കെ നമ്മുടെ നാട്ടിൽ സാധാരണ ഉള്ളതാണ്. ഏതെല്ലാം ആളുകളെക്കുറിച്ച് ഡോക്യുമെൻ്ററി ഉണ്ട്? ഒരു നല്ല ഭരണാധികാരി, അതിൽ ആവേശം കൊണ്ടിട്ടുള്ള ആളുകൾ, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം, അദ്ദേഹത്തിൻ്റെ ജീവിതകഥ ഒരു ഡോക്യുമെൻ്ററി ആക്കുന്നു. അത് വരും തലമുറക്ക് ഒരു പാഠമായി തീരാൻ വേണ്ടിയിട്ടാണ്, ഒരു ഗുണപാഠമാണത്. അതുകൊണ്ട് നമുക്ക് മൺമറഞ്ഞു പോയ പല നേതാക്കളെക്കുറിച്ചും നമുക്ക് ഡോക്യുമെൻ്ററി എടുക്കാൻ കഴിയാത്തതാണ് ഇപ്പോൾ ഉള്ള ദുഃഖം. അന്നത്തെ കാലഘട്ടത്തിൽ ശാസ്ത്ര വളർച്ച ആര നിലയിലേ ഉണ്ടായിരുന്നുള്ളൂ. ഈ നമ്മുടെ ഇതിഹാസ പുരുഷന്മാർ, ചരിത്ര പുരുഷന്മാർ, മഹാത്മാക്കൾ, രാഷ്ട്രീയ നേതാക്കൾ, അവരെല്ലാം ഈ രാജ്യത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ പിൻതലമുറകളെ പഠിപ്പിക്കാനും അവരിൽ നിന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാനും മനസ്സിലാക്കാനും ആവശ്യം ഉൾക്കൊള്ളാനും കഴിയത്തക്ക നിലയിൽ ഡോക്യുമെൻ്ററി ഉണ്ടാക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അത് രാഷ്ട്രീയ നേതാക്കന്മാരെ കുറിച്ച് പലരെക്കുറിച്ചും ഡോക്യുമെൻ്ററി ഉണ്ട്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ പിണറായിയുടെ ഡോക്യുമെൻ്ററി. എന്തിനാണിത്? എന്തിനാ ഇങ്ങനെ ഒരു ഒരു ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തുന്നത്? അത് ശരിയാണ്. ആ ശത്രുതാപരമായ മനോഭാവം വെച്ച് പുലർത്തുന്നത് ഒരു ഭരണത്തെ ദുർബലപ്പെടുത്താനാണ്, ഒരു ഗവൺമെൻറ്റിനെ ദുർബലപ്പെടുത്താനാണ്, ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താനാണ്. ആ ആപത്ത് ഞങ്ങളെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾക്കെതിരെ പ്രതിരോധം വളർത്തിയെടുക്കാൻ ജനങ്ങളെയെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്.